കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ആത്മാർത്ഥമായി നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, പിറ്റേ ദിവസത്തെ ഫലങ്ങളെല്ലാം നമുക്ക് ഫുൾ പോസിറ്റീവായിട്ട് വരും. അപ്പം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മിക്കവരും പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയാണ്? ദുസ്വപ്നങ്ങളൊന്നും കാണരുത്, കൃത്യമായിട്ട് എണീക്കാൻ പറ്റണം, ഉരുണ്ട് വീഴുകയൊന്നും ചെയ്യരുത്, അങ്ങനെ രാത്രിയിൽ ഈ ജീവികളുടെ ഒന്നും ആക്രമണമൊന്നും ഉണ്ടാവരുത്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ പിറ്റേ ദിവസത്തെ ഫലം, ആ ദിവസം നമുക്ക് ആ വൈകുന്നേരം ആയപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു അല്ലേ, ആ സമയത്തൊരു ആ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം നമുക്ക് എന്താ വേണ്ടേ? ഗുണപ്പെട്ടു വരണം. നമുക്ക് മനസ്സിനെ ദണ്ണിപ്പിക്കുന്ന അല്ലെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവരുത്. അതും കൂടെ നമ്മൾ ചേർത്ത് വേണം പ്രാർത്ഥിച്ചിട്ട് കിടക്കാനായിട്ട്. പ്രാർത്ഥിക്കുമ്പം ഒരു വഴിപാട് പോലെ ആയിപ്പോകരുത്. മനസ്സ് ആത്മാർത്ഥമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യൻ ജീവിയെക്കാട്ടിൽ അപകടകാരിയാന്നാണ് ചാണക്യൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് അവന് വേണമെന്ന രീതി പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ 5 മന്ത്രങ്ങളാണ് നമ്മൾ ജപിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് അർജുനപ്പത്ത്, രണ്ടാമത്തേത് ഓം നമ ശിവായ ശിവായ നമ, മൂന്നാമത്തേത് ഓം മഹാകാളി നമ, നാലാമത്തേത് ഓം നമോ ഭഗവതേ മഹാസുദർശനായ ഹുംബൾ സ്വഹ, മഹാസുദർശന ലഘുസൂക്ഷ്മ മന്ത്രമാണ്. പിന്നെ ഓം മഹാഗണാധിപതേ നമ. അപ്പം ഈ 5 മന്ത്രങ്ങൾ പറ്റാവുന്ന സംഖ്യ, ഏറ്റവും കുറഞ്ഞൊരു 12 കഴിഞ്ഞാൽ പിന്നെ 36 കഴിഞ്ഞാൽ പിന്നെ 54 ആവാം, പിന്നെ 108 ആവാം. അപ്പം നമുക്ക് അതിനോട് പറ്റുന്ന സംഖ്യ ഈ 5 മന്ത്രങ്ങൾ ജപിച്ചിട്ട് ഈ പറഞ്ഞ പിറ്റേ ദിവസവും ഗുണപ്പെട്ടു വരണമെന്ന രീതി പ്രാർത്ഥിച്ച് നമ്മുടെ കുലദേവത, തറവാട് ദേവത, നമ്മുടെ ബ്രാഹ്മണസഖ്യാന തേവാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ തേവാരമൂർത്തികൾ, ദേശദേവതകൾ, പിതൃക്കൾ, കാരണവന്മാർ, ഇവരെല്ലാം പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട്. അപ്പം ചിലർ ഈ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പം ഈ മന്ത്രമൊക്കെ ജപിച്ചതിന് ശേഷം കുളിച്ചിട്ടൊക്കെ കിടക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ഇത് ജപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. രാത്രിയിലെ ചില ഈ ചൂടുകാലമൊക്കെ ആയതുകൊണ്ടേ കുളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പം ആ ശരീരശുദ്ധി വരുത്തിയിട്ട് ജപിച്ചിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. രാവിലെ എണീറ്റ് കഴിഞ്ഞാലും നമ്മൾക്ക് ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ദേവന്റെ ഫോട്ടോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പ്രത്യേകിച്ച് ആയുധം ധരിച്ചുള്ള ഫോട്ടോകൾ ഒന്നും കാണാതിരിക്കുന്നതാണ് ശുഭകരമായിട്ട്. പിന്നെ നിറകുടം കാണുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട്, പൂക്കൾ കാണുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി കണ്ടുമുട്ടാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം, അതൊക്കെ നമുക്ക് തീർത്തു തരുന്നതാണ്. ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോയുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.